ഷാനി അവതാരത്തിന് മനോരമ ചാനൽ ചർച്ചയിൽ പിണറായി വിജയൻ 3.0 എന്ന പുതിയ പ്രചരണത്തെ സംബന്ധിച്ച് PR തൊഴുത്തിൽ കെട്ടിയേ മതിയാകൂ എന്ന പിടിവാച്ചി സ്വാഭാവികമാണല്ലോ. CPM പ്രതിനിധിയായിട്ട് ചർച്ചയിൽ പങ്കെടുത്തത് VPP മുസ്തഫ. വിട്ടുകൊടുക്കാൻ പറ്റൂ? CPM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് ചർച്ച. കേരളത്തിലെ ഏക രാഷ്ട്രീയ പാർട്ടിയാണ് സംഘടനാപരമായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളോട് ഇത് കാട്ടിക്കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സംഘടനാ നവീകരണം ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ ഇതുവരെ ഉറപ്പുണ്ടായിട്ടില്ല. പക്ഷേ അവതാരത്തിൻ്റെ പച്ചടി പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് CPM വേണം. മുതലാളിക്ക് പണമുണ്ടാക്കി കൊടുത്താലാണല്ലോ അവതാരത്തിന് പച്ചടി മേടിക്കാൻ കാശ് കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും അതിനും CPMോ പിണറായി വിജയൻ്റെ പേരോ ഉണ്ടെങ്കിൽ മാത്രമേ അതിനും സാധിക്കത്തുള്ളൂ. അങ്ങനെ ഇന്നലത്തെ ലക്ഷ്യം പിണറായി വിജയനെ എങ്ങനെയെങ്കിലും PR ചാപ്പ കുത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി വളഞ്ഞ വഴിയിൽ കൂടി തുടക്കമിട്ടു. എന്നിട്ട് ചർച്ച പതിയെ CPM സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് പഴയ ഹിന്ദുവിൽ വന്ന ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് ഇതിൽ നിന്നെല്ലാം തെന്നി മാറി അങ്ങ് പോവുകയാണ്. എന്തൊരു വൈദഗ്ധ്യമേ! കണ്ടവർക്ക് ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. പക്ഷേ VPP മുസ്തഫയല്ലേ ആള്, വിട്ടുകൊടുക്കൂ? ഷാനിയുടെ മോന്തായം വളയുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓരോ മറുപടിയിലും എങ്ങനെയാണ് ആ സ്വിച്ചിട്ട പോലെ തിളങ്ങി നിൽക്കുന്നത്. പയ്യെ പയ്യെ ഇരുണ്ടു മൂടുന്നതിൽ എല്ലാമുണ്ട്. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് സ്വാഭാവികമായി പറയുന്നത് മനസ്സിലാക്കാം. പക്ഷേ സംസ്ഥാന സെക്രട്ടറി, പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഊന്നുന്നത് തന്നെ ഭരണ തുടർച്ച ഉണ്ടാകും, ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന വാചകത്തിലാണ്. അതൊരു PR തീരുമാനമാണോ? അല്ല, പബ്ലിക് റിലേഷൻസ് ബന്ധങ്ങൾ ആർക്കാണുള്ളത് എന്ന് ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ളതിൽ നിങ്ങൾക്കറിയാം. ഏത് പാർട്ടിയാണ്, ഏത് മുന്നണിയാണ് കേരളത്തിന് പുറത്ത് നിന്ന് പണം കൊടുത്ത് ഏജൻസിയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കണ്ടതാണല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പബ്ലിക് റിലേഷൻസ് ബന്ധവും ഉത്തരവൊന്നും വ്യക്തമായി കിട്ടിയില്ലെങ്കിൽ ഓർമ്മയുണ്ട്. അല്ല, ഷാനി വളരെ വികൃതമായിട്ട് കാര്യത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു PR മുഖ്യമന്ത്രിക്ക് ഇല്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ജനങ്ങൾ വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്. അതിൽ യാതൊരു തർക്കവുമില്ല. അതേസമയം മനോരമയ്ക്ക് കിട്ടില്ല. എന്തുകൊണ്ടാ ഞാൻ പറയുന്നത്? ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നല്ലോ. എന്താ? ഈ ആശമാർക്കുള്ള മുഴുവൻ വേതനം കൊടുക്കാനുമുള്ള എല്ലാ സംഖ്യയും കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ പിണറായി സർക്കാർ, LDF സർക്കാർ അത് വിതരണം ചെയ്യാത്തതാണ്, അവരുടെ കൊള്ളരുതായ്മയാണ്. ഇതാ കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു കത്ത് പുറത്തിറക്കിയിരിക്കുന്നു, കേന്ദ്രത്തിന്റെ കത്ത് ഇതാ സംസ്ഥാനത്തിന് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ് റിലീസ് ഇറങ്ങിയല്ലോ, കാണിച്ചല്ലോ. അത് ആരുടേതായിരുന്നു? അതുകൊണ്ട് അത്തരത്തിലുള്ള ചില സംഗതികൾ മലയാള മനോരമ വലിയ ടൈറ്റിലായിട്ടും ബ്രേക്കിംഗ് ആയിട്ടും കൊടുത്തതാണ്. അത് BJPയുടെ സൈബർ സെല്ലിൽ നിന്ന് കോൺഗ്രസിന്റെ പഴയ നേതാവ് AK ആന്റണിയുടെ മകൻ കോൺഗ്രസിൽ നിന്ന് പിന്നെ BJPയിലേക്ക് മാറിയ അനിൽ ആന്റണി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇറക്കിയത് വീണ്ടും അതേ സോഴ്സിലൂടെ വന്നു. ഇങ്ങനെയാണ് നിങ്ങൾ പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രിക്ക് എന്തോ PR ഉണ്ട്, സർക്കാരിനെന്തോ. താങ്കളാണ് ചോദ്യത്തിൽ പറഞ്ഞത് ഏതാണ് PR? അതിനോടാണ് ഞാൻ പ്രതികരിച്ചത്. ഇടതുപക്ഷത്തിന് ഒരു PR-ഉം ഇല്ല. ഉള്ള PR ആരുടേതാണ് എന്ന് ഷാനിക്കറിയാം. പക്ഷെ അത് പറയാൻ വ്യക്തിപരമായിട്ട് ഷാനിക്കാവില്ല, കാരണം മനോരമയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട്. PR ഏജൻസിയുടെ പങ്ക് എന്തായിരുന്നു എന്ന് കേരളത്തിന് അറിയാമെന്ന് താങ്കൾ പറഞ്ഞു. ഞാനും കേരളത്തിൽപ്പെട്ട ആളാണ്, എനിക്കറിയില്ല. താങ്കൾക്ക് പറഞ്ഞു തരാമോ എന്താണ് ഉണ്ടായതെന്ന്? ഷാനി, ഈ വാർത്തകൾ വന്ന ദിവസം മനോരമയുടെ ഫ്ലോറിൽ എത്രയോ തവണ ഇത് ചർച്ച ചെയ്യുകയും CPIM പ്രതിനിധികളും സർക്കാരിന്റെ പ്രതിനിധികളും അതെല്ലാം വിശദീകരിക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിലൂടെയും നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ ചർച്ചകൾക്കുള്ള മറുപടിയിലൂടെയും അക്കാര്യം വ്യക്തമാക്കിയത് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ചർച്ച കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, വ്യക്തമാക്കിയത് എന്താണ് എന്ന് ബോധ്യമായിട്ടില്ല. ഞാനും കേരളത്തിൽപ്പെട്ട ആളാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. താങ്കൾ ഒന്നുകൂടി പറഞ്ഞോളൂ, എന്താണ് വ്യക്തമായത്? ഒരു കാര്യം പിന്നെ ചെയ്യണം. എനിക്കിപ്പോ മറുപടി പറയേണ്ടത് അവർ പറഞ്ഞ 2 വിഷയങ്ങൾക്കാണ്. താങ്കൾ ബോധപൂർവം അതിന് മറുപടി പറയായിരിക്കും, പിന്നെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങ് സ്കിപ്പ് ചെയ്തു പോകും. അവർക്കുള്ള മറുപടി ഇല്ലാതാകും. ബാക്കി താങ്കൾ അവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തന്നെ പറഞ്ഞോളൂ. 1 മിനിറ്റിൽ താങ്കളായിട്ട് ഉന്നയിച്ച എടുത്തിട്ട ഒരു വിഷയമാണല്ലോ, അത് വ്യക്തത വരുത്തി പോകുന്നതല്ലേ നല്ലത്? അത് തന്നെയാണ് പിന്നെ നിങ്ങളുടെ വക്രോക്തി എന്ന് പറയുന്നത്. PR എന്ന് പറയുന്ന വാക്ക് ഞാനാണോ ഈ ചർച്ചയിൽ ആദ്യം എടുത്തിട്ടത്? ആരാണ് PR എന്ന് പറയുന്ന വാക്ക് ഈ ചർച്ചയിൽ ആദ്യം എടുത്തിട്ടത്? ഷാനി ഒന്ന് പറ. ഞാനാണ്. ആരാണ് എടുത്തിട്ടത്? ഞാനാണ്.
നിങ്ങളുടെ ഈ വക്രോക്തി ഒന്നും നടക്കില്ല. താങ്കളാണ് എന്നോട് ആദ്യം പറഞ്ഞത് PR ബന്ധം ഏതാണ് എന്ന ചോദ്യം ഉന്നയിച്ചത്. എന്നിട്ട് താങ്കൾ എന്നോട് ഇപ്പൊ രണ്ടാമത് ഇപ്പൊ ഈ ഘട്ടത്തിൽ ചോദിക്കുകയാണ്, നിങ്ങളല്ലേ PR ഏജൻസിയെ കുറിച്ച് പറഞ്ഞത്, അതുകൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തത വരുത്തുന്നു. താങ്കൾ പറഞ്ഞ PR ബന്ധം ഏത് എന്ന ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. അത് വളരെ കൃത്യമാണ്. കേരളത്തിൽ PR ഏജൻസികളെ നിയോഗിക്കുന്നത് ഏത് പാർട്ടിയാണ്, ഏത് മുന്നണിയാണ് എന്ന് കേരളത്തിലെ ബഹുജനങ്ങൾക്കറിയാം. അത് കൃത്യമാണ്. അവിടെ ആ ഉത്തരം തീർന്നു. ആ ഉത്തരത്തെ പിന്നെ ഞാൻ ഉദ്ദേശിച്ചത്, അതായത് ഷാനി ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രിയുടേതാണ് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് കൊണ്ടുപോയത് നിങ്ങളാണ്. അതായത് മുഖ്യമന്ത്രിയെ കുറിച്ച് ഞാനല്ല പറഞ്ഞത്, നിങ്ങളാണ് അതിലേക്ക് വലിച്ചിടാൻ ശ്രമിച്ചത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുണകൊലു ഏജൻസിയെ കുറിച്ച് ഞാൻ പറയുന്നത് മറച്ചു വെക്കണം. ഇവിടെ കേരളത്തിലെ UDF-ന്റെ നേതാക്കളുടെ PR ബന്ധത്തെ കുറിച്ചുള്ളത് നിങ്ങൾക്ക് മറച്ചു വെക്കണം. അതിനു വേണ്ടിയിട്ട് തേഞ്ഞു മാഞ്ഞു പോയ പഴയ ഈ ഹിന്ദു മുഖപത്രത്തിന്റെ ഹിന്ദു ഇന്റർവ്യൂവിന്റെ കാര്യം എടുത്തുകൊണ്ട് വന്ന് വീണ്ടും യഥാർത്ഥ വിഷയത്തെ മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതൊക്കെ ഓൾഡ് തന്ത്രമല്ലേ ഷാനി? എന്തെങ്കിലും ന്യൂജൻ ഇറക്കൂ. ഇതൊക്കെ കണ്ട് തഴമ്പിച്ചതാണ്. കഴിഞ്ഞ കുറേ കാലമായി ഓട്ടിച്ചുകൊണ്ടിരിക്കുന്ന നമ്പറുകളല്ലേ. പുതിയ പുതിയ നമ്പറുകളൊക്കെ ഇറക്കി വന്നാലല്ലേ അതിനെയൊക്കെ അങ്ങോട്ട് പൊളിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ കൊണ്ടുവരുന്നത് പോലെ ഡ്രസ്സ് മാറ്റിയിട്ട് വന്ന് അതേ തന്ത്രം പയറ്റിയാൽ ഇന്നൊക്കെ അത് ഓടുമോ? അതുകൊണ്ടാണ് ഇങ്ങനെ പൊളിഞ്ഞു പോയതും. എന്തായാലും CPM സമ്മേളനം കണ്ട് മനോരമയ്ക്ക് വല്ലാതെ വിറളി പൂണ്ടിട്ടുണ്ടെന്ന് ഷാനിയുടെ ചർച്ച തെളിയിക്കുന്നുണ്ട്. ഷാനിക്ക് വല്ലാത്ത രീതിയിൽ മുതലാളിയെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുകയാണ്. പക്ഷേ പഴയതുപോലെ അങ്ങോട്ട് ഒക്കുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. PR തൊഴുത്തിൽ കെട്ടാനുള്ള ഷാനിയുടെ തന്ത്രം, ആ തന്ത്രത്തിന് ഇടയ്ക്കിടയ്ക്ക് കോറസ് പാടും പോലെ ഓരോ വിഷയത്തിലിരുന്ന് ജ്യോതികുമാർ ചാമക്കാല ആവേശപൂർവ്വം ഇരുന്ന് ഓരോന്ന് വിളിച്ചു ചോദിക്കുന്നത് കേൾക്കാനിടയായി. നടക്കുന്നത് ചർച്ചയാണ്. പക്ഷേ കാണുമ്പോൾ തോന്നുന്ന ഏതോ തെരുവ് നാടകത്തിലിരുന്ന് ഓഡിയൻസ് അതും ഇതും വിളിച്ചു പറയും പോലെയാണ് ജ്യോതികുമാർ ചാമക്കാലയുടെ ഇടപെടൽ. ഇതൊക്കെയാണ് ഇന്നത്തെ ചാനൽ ചർച്ചയുടെ അവസ്ഥ. പലതും പ്രതീക്ഷയോടുകൂടി കെട്ടിപ്പൊക്കിക്കൊണ്ടുവരും, അവസാനം പൊളിച്ചടുക്കി സ്റ്റുഡിയോയിൽ വെച്ച് കൊടുക്കുമ്പോൾ അതും പെറുക്കിക്കൊണ്ടു പോകേണ്ട ഗതികേടിലാണ് ഷാനി അവതാരങ്ങൾ ചെന്നെത്തിയിരിക്കുന്നതെന്ന് ഈ ചർച്ചയും തെളിയിക്കുന്നുണ്ട്.